ഹായ് ഓൾ, ഇറ്റ്സ് മീ സ്പിൻല. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോകുന്ന ഒരു റിസോർട്ടിലോട്ടാണ്. റിസോർട്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ, ഒരു പ്ലേസ് എന്നൊക്കെ പറയാം കേട്ടോ. സുഗി റിസോർട്ട്, അതായത് നമ്മുടെ ബാംഗ്ലൂരിൽ അണേക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു റിസോർട്ടാണ് ഇത്. പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ കുറച്ചേറെ ഉള്ളിലോട്ട് പോകണം. പോകുന്ന വഴിക്കൊന്നും നമുക്ക് അങ്ങനെ അധികം കടകളൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൻ്റെ അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ കിട്ടും. അങ്ങനെ ഞങ്ങൾ സുഗി റിസോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേറേതോ ഒരു ലോകത്ത് എത്തിപ്പെട്ടൊരവസ്ഥയാണ്. അതായത് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ഈ ബാംഗ്ലൂരിൻ്റെ തിരക്കിട്ട ജീവിതത്തിലും പൊല്യൂഷനിലും ഒക്കെ ജീവിക്കുമ്പം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ശാന്തസുന്ദരമായ ഒരു സ്ഥലം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാണ്. അത് നല്ല മാവില്ലേ, മാവൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന സമയം. ഇവിടെ നിറച്ച് മാവാകട്ടെ, ചെറിയ മാങ്ങയൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് 3 ഫാമിലിയാണ്. ഞാനും മ്യാച്ചിയുണ്ട്, അതുപോലെ തന്നെ കസിൻ അപ്പും മീനും ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, തുഷാറും ഹേമും. ഇവരെയൊക്കെ നമ്മുടെ പഴയ വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇവിടോട്ട് ഇത്തവണ മെയിനായിട്ട് വരാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഹേമയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ നമുക്ക് ഈ റിസോർട്ടിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മളിങ്ങനെ വന്നു. ഇന്നൊരു ദിവസം, അതായത് ഉച്ചയ്ക്കാണ് വന്നിരിക്കുന്നത്. നാളെ ഒരു ദിവസം കൂടി ഇവിടെ സ്പെൻഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഈ ഒരു സ്ഥലത്തോട്ട് എത്തുമ്പോഴത്തേക്കിന് നമ്മുടെ ആ ഒരു മൈൻഡൊക്കെ അങ്ങ് റിലാക്സ്ഡ് ആയിട്ട് പോകും കേട്ടോ. നമ്മൾ വരുമ്പോഴത്തേക്കിന് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുഡൊന്നും പറയാൻ വയ്യ, അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ റെയിൻ ഡാൻസിൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിയിട്ടില്ല റെയിൻ ഡാൻസിന്. ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് കുറച്ച് നേരം മഴയൊക്കെ നനഞ്ഞ് കുറേ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ കുറച്ച് നേരം അതിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ. റെയിൻ ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പ്രത്യേക സ്പിരിറ്റാണല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് സ്വിമ്മിംഗ് പൂളിലോട്ടാണ്. ഇവിടെ 2 സ്വിമ്മിംഗ് പൂളുണ്ട് കേട്ടോ. അതായത് ഒരു സ്വിമ്മിംഗ് പൂള് നമ്മുടെ വലിയവർക്ക് വേണ്ടിയിട്ടുള്ളതും ഒരെണ്ണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതും. അപ്പോൾ അങ്ങനെ 2 എണ്ണം ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങി കുറേ നേരം അതിൻ്റെ അകത്തിലും സ്പെൻഡ് ചെയ്തു. നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് പറയാം കേട്ടോ. പിന്നെ ഇത്രയും ചെറിയൊരു കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ട് അവൻ്റെ കംഫർട്ടും കൂടെ നമ്മൾ നോക്കണമല്ലോ. പക്ഷേ എന്തോ അവൻ നല്ല കംഫർട്ടായിരുന്നു കേട്ടോ. കംഫർട്ടബിൾ ആയിരുന്നു ഈ ഒരു യാത്രയിൽ ത്രൂ ഔട്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് കുറേ നേരം വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയി നമ്മളിനിയിപ്പോൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ചേഞ്ചൊക്കെ ചെയ്ത് നമ്മൾ നേരെ കാപ്പി പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ടീ ടൈം എന്ന് പറയുമ്പോൾ അതും അടിപൊളിയായിരുന്നു. ഇവിടെ എല്ലാം ഓപ്പൺ സ്പേസിലായിരുന്നു ടീ ടൈം ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ എല്ലാം പോയി ചായയൊക്കെ കുടിച്ച് നമ്മുടെ സ്നാക്സൊക്കെ കഴിച്ചിട്ട് ഇനി ഇവിടുത്തെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇന്ന് നമ്മൾ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു ചുമന്ന ബാൻഡ് ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ റിസോർട്ടിൽ എൻട്രി ആവുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഓരോ ബാൻഡ് തരുവേ. ഈ ബാൻഡിൽ കുറച്ച് ഡോട്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് ആ ഡോട്ട്സ് ഇവരിങ്ങനെ വെട്ടി വിടുവേ. അപ്പോൾ നമുക്കിനി എത്ര ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും, നമ്മുടെ എത്ര ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയി എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുവേ. അപ്പോൾ അവിടെ നമുക്ക് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ ചെല്ലുമ്പം ഇൻസ്ട്രക്ഷൻസ് തരാൻ വേണ്ടിയിട്ട് ഒരാൾക്കാരുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു തരും ഈ ഒരു ആക്ടിവിറ്റിക്ക് എത്ര പോയിൻ്റാണ്, അതായത് 1 പോയിൻ്റാണോ 2 പോയിൻ്റാണോ അവർ കട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു തരുവേ. അപ്പോൾ ഇന്നിപ്പം നമ്മൾ വൈകുന്നേരം ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഇങ്ങനെ വന്ന് ഇവിടെ ഒക്കെ ഒന്ന് കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് നാളെ നമുക്ക് കാര്യമായിട്ട് രാവിലെ തന്നെ ഇറങ്ങാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ചെക്കൗട്ടിന് മുന്നേ നമുക്ക് ആക്ടിവിറ്റീസൊക്കെ തീർത്തിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ വന്നതായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കുഞ്ഞും ഹാപ്പി ആയിരുന്നു. അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് കുറച്ച് നേരം ഇവിടുത്തെ കുറച്ച് റൈഡ്സിലൊക്കെ ചെറിയ റൈഡ്സിലൊക്കെ നമ്മൾ അവനെ ഇരുത്തി കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളും കുറേ നേരം ഇതൊക്കെ ഇങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. 20-ൽ പരം ആക്ടിവിറ്റീസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതെല്ലാം നമുക്ക് കവർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ എല്ലാവരും നല്ല സ്പിരിറ്റിലാണ്, ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനുള്ള ആ ഒരു സ്പിരിറ്റിലാണ്. അപ്പോൾ നമുക്ക് നാളെ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ, അതായത് ഉച്ച കഴിയുമ്പോഴാണ് നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുന്നത്. അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു നമുക്ക് ഫോട്ടോ എടുക്കുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കിന് അത്ര അങ്ങോട്ട് ലൈറ്റ് ശരിയായിട്ടുണ്ടായിരുന്നില്ല, കാരണം ഈവനിങ് ആയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫോട്ടോ ഒന്നും എടുത്തില്ല.
എടുത്തിട്ടില്ല, ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഗെയിമിംഗ് ഏരിയ ആണ്, അതായത് നമുക്ക് ചെസ്സ്, പിന്നെ എന്താ ടേബിൾ ടെന്നീസ്, പിന്നെ അപ്പുറത്ത് വോളിബോൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കിരുന്ന് കളിക്കാനായിട്ട് പറ്റും. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇത് കളിക്കുന്നത് കണ്ടോ. ഇത് കളിക്കാൻ തുടങ്ങിയപ്പം മുതൽ രണ്ടുപേരും കൂടെ, അതായത് അപ്പവും അച്ഛൻ രണ്ടുപേരും കസിൻസ് ആണല്ലോ, അപ്പോൾ അവർ പണ്ട് കളിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കളിക്കാൻ തുടങ്ങി കുറേ നേരം ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇത് കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്തും ഇവിടെ കുറേ ആൾക്കാർ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ ചെന്നപ്പോഴത്തേക്കും ഇങ്ങനെയാണ് ഫുഡൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അടിപൊളിയാണ്, ഫുഡൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഒരു കേർഡ് റൈസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുപോലെ തന്നെ ഒത്തിരി നോൺ വെജ് ഉണ്ട്, വെജ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചൂസ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. കൂട്ടത്തിൽ നമുക്ക് സ്വീറ്റ്സും ഉണ്ടായിരുന്നു, സ്വീറ്റ്സ് ഐസ്ക്രീം ഉണ്ടായിരുന്നു, ഗുലാബ് ജാമുനും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പേ ചെയ്ത് ഒരു ഡേ ഇവിടെ നിൽക്കുമ്പോൾ അത് നന്നായിട്ട് വർത്താവുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസും ഉണ്ട്, അതുപോലെ തന്നെ ഫുഡും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കിന് ഇപ്പം നമ്മൾ പോകുന്നത് കേക്ക് എടുക്കാൻ വേണ്ടി. കേക്ക് നമ്മൾ കൊണ്ടുവന്ന് ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ കേക്കും കൊണ്ടൊക്കെ വന്നു. പക്ഷേ നമ്മുടെ ഈ കൂട്ടത്തിൽ ബർത്ത്ഡേ ഗേൾ മാത്രമില്ല, ബർത്ത്ഡേ ഗേൾ കുഞ്ഞിനെ കൊണ്ട് ഓൾറെഡി ഉറങ്ങാൻ കയറി, കുഞ്ഞിനെ ഉറങ്ങണമായിരുന്നു. അപ്പോൾ അങ്ങനെ കയറി ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത്. ഞങ്ങളെല്ലാവരും കൂടെ പോയി കേക്കൊക്കെ എടുത്തിട്ട് വന്ന് ഇവിടെ ഒരു പ്രതിമയുണ്ട് കേട്ടോ. പ്രതിമ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്കിന് കെട്ടി ചാടാൻ നിൽക്കുന്ന ഒരു അമ്മ, അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ അത് വന്ന് കുറച്ച് നേരം അതിനോട് ചുമ്മാ വർത്തനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഹട്ടാണ് എടുത്തിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ അവിടെ. ഹട്ടും ആ ഒരു പ്രദേശമൊക്കെ നല്ല കാറ്റൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എൻജോയ് ചെയ്ത് റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് അവിടെ. അപ്പോൾ ഇവിടെയാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർച്ച് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. റെഡിയാക്കി കുറച്ച് ബലൂൺസും കാര്യങ്ങളും ഒക്കെ ആക്കി നമ്മൾ ബർത്ത്ഡേക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങുകയാണ്. ഒരുപാട് ഫൺ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു യാത്രയിൽ. നമ്മൾ ആർക്കും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ ഫൺ മൊമെൻറ്റ്സ് കിട്ടിയിട്ടാണ് നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങിയത്. അപ്പോൾ ബർത്ത്ഡേ ഗേളിനെ നമ്മൾ രാത്രി പോയി വിളിച്ചെണീപ്പിച്ചിട്ടുണ്ട്. ആൾക്കറിയായിരുന്നു എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുമെന്ന്, പക്ഷേ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒരു പ്ലാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി വിളിച്ചുകൊണ്ട് വന്ന് ആൾ അത് കണ്ടപ്പോഴത്തേക്കിന് ഇത്രയൊക്കെ നിങ്ങൾ ചെയ്തു, ഇത്രയും സമയത്തിനുള്ളിലെന്ന് തോന്നിപ്പോയി. പിന്നെ ഹേമ ഒരു കന്നഡ കുട്ടിയാണ്, ആളാണ്. അവൾക്ക് മലയാളം മനസ്സിലാവും, മലയാളം സംസാരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് കൂടുതലും അവൾ ഇതിൽ സംസാരിച്ചിരിക്കുന്നത് കന്നഡയാണ്. ഞങ്ങളെല്ലാവരും കൂടെ ആ ഒരു ബർത്ത്ഡേ അത്ര അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു, അവൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് എന്ന് വെച്ചാൽ തുഷാർ അവൾക്കൊരു വാച്ചായിരുന്നു ഗിഫ്റ്റ് കൊടുത്തിരുന്നത്. കുറേ നാളായിട്ട് അവൾ പറഞ്ഞിട്ടുണ്ടിരുന്ന ഒരു വാച്ചായിരുന്നു, അത് തന്നെയാണ് അവൻ ഗിഫ്റ്റായിട്ട് കൊടുത്തിരുന്നത്. അങ്ങനെ ബർത്ത്ഡേ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഞങ്ങളിവിടെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉറങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് കഴിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് കുറേ ലേറ്റായിട്ടാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നത്. ശരിക്കും ഉറങ്ങാൻ പോകാനായിട്ട് ആർക്കും ഒരു മൂഡില്ലായിരുന്നു കേട്ടോ. കാരണം എല്ലാവർക്കും ഇവിടെ തന്നെ ഇരുന്ന് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു, വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരിക്കണമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഒത്തിരി ലേറ്റായിട്ടാണ് കിടക്കാൻ പോയതും കേട്ടോ. കിടന്നിട്ടും രാവിലെ എണീറ്റ് ഇനി കുറേ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ചെയ്യാനുണ്ടല്ലോ, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, അതൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും കാര്യങ്ങളിലൊക്കെയാണ് ഞങ്ങൾ കിടക്കാൻ പോയത് തന്നെ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു യാത്ര എന്ന് വെച്ചാൽ അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ഉണ്ട്, അത് ഞാൻ ഇടാം കേട്ടോ. അതായത് നാളെ നമ്മൾ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന വീഡിയോസ് അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാവേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വന്നതും അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തതും ഇവിടുത്തെ കുറച്ച് നല്ല മൊമെൻറ്റ്സ് മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നാളെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാവേ. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ ഒരു ഗെറ്റ് ടുഗദറോ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വരാൻ അടിപൊളി സ്ഥലമാണിത്. ഇവിടെ നമുക്ക് നൈറ്റ് സ്റ്റേ മാത്രമല്ല ഡേ ഔട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ അതായത് രാവിലെ വന്നിട്ട് നമ്മൾ വൈകുന്നേരം പോകുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. അങ്ങനെയാണെങ്കിലും ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ഇവിടെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റും. ഫുഡും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയും ചെയ്യാൻ പറ്റും. അതല്ല നമുക്ക്
നമുക്കിവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് പോകണമെങ്കിൽ അങ്ങനെയുണ്ട്. ഇത് നമ്മൾ ഹട്ടാണ് എടുത്തിരിക്കുന്നത്, അല്ലാത്ത റൂംസും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയുന്നത്, അല്ലാതെ ഇത് പ്രൊമോഷനോ അങ്ങനെ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ജസ്റ്റ് ഈ മാങ്ങയൊക്കെ പൂത്ത് തുടങ്ങുന്ന സമയത്താണ് പോയത്. ആ മാങ്ങയൊക്കെ നന്നായിട്ട് വലുതായിരിക്കുന്ന സമയത്തായിരുന്നു പോയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീഡിയോസിൽ മാത്രമല്ല നമുക്ക് കാണാനും, കാരണം എനിക്ക് എന്തോ ഒരു നമ്മൾ നാട്ടിൽ ചെന്നൊരു ഫീലായിരുന്നു കേട്ടോ. നാട്ടിലെ ആ ഒരു രീതികളും കാര്യങ്ങളും ഒക്കെയാണ് എനിക്കിവിടെ കാണാനായിട്ട് പറ്റിയത് കേട്ടോ. ആ ഒരു അടിപൊളിയായിരുന്നു. എന്തായാലും നല്ല അടിപൊളി ഒരു സ്റ്റേ ആയിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവരും നമുക്ക് അടുത്തടുത്തുള്ള ഹട്ടുകൾ തന്നെയായിരുന്നു കിട്ടിയത്. 3 ഹട്ട് നമുക്ക് ഒരുമിച്ച്, അതായത് അപ്പുറത്തിപ്പുറത്തായിട്ട് നമുക്ക് ഹട്ടുകളൊക്കെ കിട്ടി. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ നാളെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.